ഞങ്ങൾ പറഞ്ഞിട്ടില്ല എവിടെയും ഞങ്ങൾ വേടനെതിരാന്നോ അല്ലെങ്കിൽ ഞങ്ങളെ ആർക്കെങ്കിലും എതിരാന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. സോ വി ഡോണ്ട് നോ. എല്ലാ സംഗീതം എല്ലാ ഡിഫറെൻറ്റ് മ്യൂസിക്കിനെയും ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് ഞങ്ങൾ പാടുന്ന ഒരു മ്യൂസിക്കാന്ന് വെച്ചിട്ട് ബാക്കിയുള്ള മ്യൂസിക് ഒന്നും മോശമാണെന്ന് ഞങ്ങൾ എവിടെയും പറയാറുമില്ല. അത് ഞങ്ങൾ കേൾക്കാതിരിക്കത്തുമില്ല. സംഗീതം അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് റെസ്പോണ്ട് ചെയ്തത് നമ്മൾ മുന്നേ 25 വർഷം അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു ആ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നത്. അതിൽ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് ആരെങ്കിലും പ്രത്യേകിച്ച് ഒരു അവകാശം പറഞ്ഞിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പ്രശ്നമല്ല, ഈ പറയുന്ന ആൾക്കാരുടെയും ഈ പ്രതികരിക്കുന്ന ആൾക്കാരുടെയും പ്രശ്നമാണത്. ചിലപ്പോൾ നമ്മൾ ഓഫീസിൽ പോയിട്ട് സ്ഥിരം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സ്ട്രഗിളായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യായിരിക്കും. കാര്യം നമ്മൾ ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഒരു സർട്ടൺ സ്റ്റേജ് വരെ നമ്മളതൊരു മണി മാത്രം ഓറിയൻറ്റഡ് ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം, ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് ഇറ്റ്സ് ബിയോണ്ട് മണി ഒക്കെ ആയിരുന്നു. മനോഹരി 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 രാധേ രാധേ മുരാരി എന്നിവിടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചൊല്ല്. നമുക്കൊരു കാര്യം നമുക്കിപ്പോൾ ഒരു ഭയങ്കര ഈസിയാണല്ലോ ഈ ഒരു കാലഘട്ടത്തിൽ ഒരാളെ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് ഇതാണെന്നുള്ള രീതിയിൽ നമുക്ക് ഒരാൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയും അല്ലെങ്കിലുള്ള രീതിയിലും ഭയങ്കര ഈസിയാണ് ഒരു കാര്യം. അപ്പം അത് ഞങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു ചർച്ചയിൽ പാർട്ടാനായിട്ട് താല്പര്യമില്ല. കാര്യം ഞങ്ങളുടെ ഫോക്കസ് മാറും. അപ്പോൾ അതിലൊക്കെ ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനോട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഡീവിയേറ്റ് ആയി പോകും. പിന്നെ അതിൻ്റെ ചർച്ചകൾ അപ്പോൾ പിന്നെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, ന്യൂസിൽ ചർച്ച ചെയ്യാനും പല കാര്യങ്ങളും വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു താങ്ക് യു സോ മച്ച്, ഞങ്ങൾക്ക് താല്പര്യമില്ല. കൃഷ്ണ നീ വേഗനേ ബാരോ. പുതിയ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ആണ് ഇപ്പോൾ കേരളത്തിന് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സക്സസിനെ പറ്റി ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഈ ഒരു മൂമെന്റിനെ നിങ്ങൾ എങ്ങനെ എൻജോയ് ചെയ്യുന്നു? നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു. എന്നാലും വെച്ചാൽ നിങ്ങൾ സ്ട്രഗിൾസിനെ പറ്റിയും പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ കുറിച്ചൊന്ന് പറയാമോ? ലൈക്ക് ലാസ്റ്റ് 25 ഇയേഴ്സിൻ്റെ ഒരു നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ആ ഒരു ജേർണി. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ റിപ്പീറ്റേഷൻ ആകാം. എന്നാൽ പോലും സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും സ്ട്രഗിൾസ് ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഒരിക്കലും സ്ട്രഗിൾസ് എന്നുള്ള കാര്യം ഒരു നെവർ എൻഡിങ് ആണല്ലോ. കാര്യം നമുക്ക് മുന്നോട്ട് അച്ചീവ് ചെയ്യാനുള്ള തിങ്കിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ എവറി ഡേയ്സ് സ്ട്രഗിൾ ആയില്ല. അപ്പോൾ നമ്മളൊരു പോയിന്റിൽ അച്ചീവ് ചെയ്ത് ഒരു സർട്ടൺ പോയിന്റിൽ എത്തുക എന്നുള്ളതായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സക്സസ് ആയിട്ട് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, പക്ഷേ നമ്മളുടെ ഡ്രീം ഇപ്പോഴും അതല്ല. അപ്പം ഇറ്റ്സ് കണ്ടിന്യൂസ് ഒരു ജേർണി തന്നെയാണ്. പക്ഷേ ഇതുവരെ എത്തിയതെന്ന് പറയുന്നത് നമുക്ക് ഇതിനോടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം, ഭജനയോടും പാട്ടിനോടും ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് മ്യൂസിക്കിനോടുള്ള ഇഷ്ടം, അതിനുപരി ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, സുഹൃത്ത് ബന്ധം, അതൊക്കെയാണ് അതിൻ്റെ അത് ഏറ്റവും വലിയ ഒരു ഫാക്ടർ. അപ്പോൾ നമുക്കിതൊന്നൊരു സ്ട്രഗിളായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതാണ് മെയിൻ ഒരു കാര്യം. നമുക്ക് സ്ട്രഗിളാണെന്ന് ഫീൽ ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓഫീസിൽ പോയിട്ട് സ്ഥിരം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സ്ട്രഗിളായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യായിരിക്കും. കാര്യം നമ്മൾ ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഒരു സർട്ടൺ സ്റ്റേജ് വരെ നമ്മളതൊരു മണി മാത്രം ഓറിയൻറ്റഡ് ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം, ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് ഇറ്റ്സ് ബിയോണ്ട് മണി ഒക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ട്രാവലാണെങ്കിലും അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയാണെങ്കിലും ബാക്ക് ടു ബാക്ക് ഓഫീസിൽ നിന്ന് പിന്നെ പോകുന്നതൊക്കെ അല്ലേ, ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യുന്ന കണ്ടിട്ട് കിട്ടുന്ന ഒരു സന്തോഷം അല്ലേ. അതെ. ഇപ്പോൾ ഈ ഇരിക്കുന്നതിലോ ഇരിക്കുന്നതിൽ ഞാനുണ്ടായി. ഇപ്പോൾ തുടക്കത്തിലുള്ള ആൾക്കാർ 25 വർഷമായിട്ടുള്ള ആളെ ഞാനാണ്. പക്ഷെ എന്നിട്ട് എൻ്റെ അത് പണി ഇവനാണ്. അല്ലല്ല, വന്നത് 2010. അല്ല, ആദ്യ സമയത്ത് പണിക്കരേട്ടൻ, ഞങ്ങൾ രാജേന്ദ്ര പണിക്കർ സ്റ്റാർട്ട് ചെയ്ത പണിക്കരേട്ടൻ്റെ മകനാണിത് ഉണ്ണി. അപ്പോൾ ഉണ്ണി ആദ്യം വന്നിരുന്നു. അതിനുശേഷം അവൻ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് തിരിച്ചു വന്നു. ശ്രീലാൽ 18 വർഷത്തോളം മേളിലായി. ശ്രീലാലും ഹരിയായിട്ടുണ്ട് അത്രയും തന്നെ. പിന്നെ മൂന്നാം ക്ലാസ്സിൽ വന്ന ആളായിരിക്കുന്നത്. ഏറ്റവും പഴക്കം ഓൾഡസ്റ്റ് മെമ്പർ ഓഫ് ദ ടീം. അപ്പോൾ ഇത് തുടങ്ങാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ബിക്കോസ് 25 years back 30 years back കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് അധികം
ഇതിനൊന്നും പോവാത്തൊരു ചുറ്റുപാടായിരുന്നു. ആൻഡ് ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് പോലെ ഉണ്ടായിരുന്നു. വാട്ട് ടു ടേക്ക്, എഞ്ചിനീയറിംഗ് ഓർ മെഡിസിൻ ഓർ ദിസ് ഓർ ദാറ്റ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യു ആസ് എ യങ്സ്റ്റർ ഗോയിങ് ടുവേർഡ്സ് ദിസ്, അതിൻ്റെ ഒരു വലിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയിൽ നിന്ന് അത്ര വലിയ പ്രഷറൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഡോക്ടർ ആണെന്നോ എഞ്ചിനീയർ ആണെന്നോ അങ്ങനെയൊന്നും പ്രഷറൊന്നും ഇല്ലായിരുന്നു. അതൊരു വലിയൊരു ഉപകാരമായിരുന്നു. അപ്പം നമുക്ക് എനിക്ക് ഐ ചാൻസ് എന്താണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് അങ്ങനെ പുഷൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളും അമ്പലങ്ങളൊക്കെ ആയിട്ട് വളരെ കണക്റ്റഡ് ആണ്. അപ്പോൾ എൻ്റെ അമ്പലം വേമ്പിംകുളങ്ങരയായിട്ട്. അപ്പോൾ നമ്മളുടെ അവിടെ സപ്താഹങ്ങളുണ്ട്. സപ്താഹത്തിന് അവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സെലിബ്രേഷനാണ് അമ്പലത്തിൽ. അപ്പോൾ ഭജനകളൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കേട്ട് അപ്പോൾ നമുക്ക് അതിനോടുള്ളൊരു ഭയങ്കരമായിട്ടൊരു ഇഷ്ടം. അപ്പോൾ അത് ആൾക്കാർക്ക് ആ ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് ഭജന എന്നുള്ള സാധനം ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു അൾട്ടിമേറ്റ്ലി നമ്മൾ ആർട്ട് എന്നുള്ള എന്തിനാണ് നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതിനോട് ഇഷ്ടമായി. അപ്പോൾ ആദ്യം ഓരോരോ പാട്ടുകൾ ഞാനും പ്രവീൺ വന്നിട്ടില്ല, അപ്പോൾ ഞാനും പ്രവീണൊക്കെ ഞങ്ങൾ ഓരോ കാസറ്റുകളൊക്കെ എടുത്ത് ഓരോ പാട്ടുകൾ കേട്ടു. ഇപ്പം ആദ്യം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇപ്പം സ്വാമി ഹരിദാസ്ഗിരിയുടെ പാട്ടുകളും അങ്ങനെ അല്ലെങ്കിൽ മഞ്ഞപ്പുറം മോഹൻജിയുടെ പാട്ടുകളും അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഓരോന്നും കാസറ്റുകൾ വാങ്ങിച്ച് അത് ഓരോന്നും ഓരോ പാട്ടുകൾ എഴുതിയെടുത്ത് അത് കാണാൻ പഠിച്ചു. അങ്ങനെ നമ്മൾ ഓരോ പാട്ടുകളിൽ നിന്ന് പാടാം, ഏതെങ്കിലും ചെറിയ ചെറിയ വേദികളിൽ പാടാമെന്നൊക്കെ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതുപോലെ തന്നെ നമുക്ക് എത്ര കളക്ഷൻസ് ഉണ്ടായിരുന്നു. തീർച്ചയായും ടീമായിട്ട് ലൈക്ക് ഇങ്ങനെ ഒരു ഭജന എന്ന ഒരു പ്രോഗ്രാമായിട്ട് അവതരിക്കാമെന്നും ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹം ഫോം ചെയ്ത ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകാമെന്നും അതിൻ്റെ ആ ഒരു ഡിസിഷൻ എങ്ങനെയായിരുന്നു? നമുക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് നമുക്കിങ്ങനെ പോകണം അങ്ങനെയൊന്നും ഉണ്ടായതല്ല ഇത് നന്ദഗോവിന്ദ് ആദ്യം. അപ്പോൾ നമ്മളത് നമുക്ക് അത് കുറേ 25 വർഷം മുന്നേ ശ്രീ ദുർഗ ഭജൻ എന്നുള്ള ഒരു അത് പണിക്കരേട്ടൻ്റെ കാഴ്ച പോയ സമയത്ത് ആണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വേണം. അതായത് ശരിക്കും അവിടെയുള്ള അമ്മമാരൊക്കെ ഉണ്ടാവും. അത് ഉണ്ണി പറയട്ടെ. ഉണ്ണി അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ അവിടെ ഞാൻ അമ്പലത്തിൽ വർക്ക് ചെയ്യായിരുന്നു, അവിടെ മാനേജറായിട്ട്. അപ്പോൾ ആ സമയത്താണ് കാഴ്ച പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതിൽ അച്ഛന് ചെറുപ്പം തൊട്ടേ അല്ലെ ആ ഒരു സമയത്തൊക്കെ ഭജന ചെയ്യുന്നതാണ്, കർക്കിടക മാസ ഭജനയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം അച്ഛൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങനെ തുടങ്ങിയതാണ്. അതൊന്നും വലിയ പ്ലാനിങ് ആയിട്ട് തുടങ്ങിയൊന്നുമില്ല. അന്ന് ഭജനയോട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ടേ പല സ്ഥലത്തും അമ്പലങ്ങളിലാണെങ്കിലും ചെറുപ്പം തൊട്ടേ ഈ അമ്പലമായിട്ടും അല്ലെങ്കിൽ ഭജനകളുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്. നമ്മളതൊരു എന്താ പറയുക, അതിൻ്റെ ഒരു കൾച്ചറാണ്. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പം പാർട്ട് ഓഫ് ലൈഫ് എന്നുള്ളത് പാർട്ട് ഓഫ് ലൈഫ്. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പം അച്ഛന് ആ ഒരു സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയാണ്. അതിപ്പോൾ കാണുന്ന ഒരു രീതിയിലേക്ക് വന്നത് നമ്മുടെ പുതിയ തലമുറ, ഇപ്പം നവീന, പ്രവീണ, ശ്രീലാൽ ഇവരുടെയൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിന്താഗതി വന്നപ്പോഴാണ് അതിനെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് പിന്നെ ഇപ്പോൾ കാണുന്ന ഒരു രീതിയിലേക്ക് മാറിയത്. ഈ 25 വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യങ് ഏജ് അല്ലേ? എത്ര വയസ്സുണ്ടാവും? 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ ഒരു ടൈമിൽ. സാധാരണ നമ്മുടെ ഈ ഭജന പോപ്പുലർ നോഷൻ ഭജന എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായം ചെന്നവർ, അന്ന് ഒരുപാട് പേര് ഇതിനകത്ത് വന്നു പോയവരുണ്ട്, യങ്സ്റ്റേഴ്സ്. പക്ഷെ അന്നത്തെ പിന്നെ അച്ഛൻ്റെ പ്രായം, അച്ഛൻ ആ ഒരു സമയത്തൊക്കെ. അപ്പം അന്നൊന്നും ഇതൊരു എല്ലാവരും ഒരു ഭജന എന്നുള്ള രീതിയിൽ അങ്ങ് കാണുന്നല്ലാതെ ഭജനയെ ഒരു സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത് പുതിയ തലമുറ വന്നപ്പോഴാണ്. അങ്ങനെ ശരിക്കും ഹൃദയത്തിൽ അത് നന്നായിട്ട് ഉൾക്കൊള്ളുന്ന ആൾക്കാർ മാത്രമേ ഇതിൻ്റെ അകത്ത് നിൽക്കുകയുള്ളൂ. അല്ലാത്തവരൊക്കെ പൊഴിഞ്ഞുകൊണ്ടിരിക്കും. അതെ. അങ്ങനെയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. അത് നമ്മുടെ ഫാമിലിയിൽ നിന്നും അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്ന് ഈ ഭജന പാടി നടന്നു, ഈ നിന്റെ പഠിത്തത്തിൽ നോക്കണ്ട അങ്ങനെയൊക്കെ. ഇപ്പോൾ വരുന്നത് ഈ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ ടൈമാണെന്ന് പറയുന്നത്. അതും 2000s. അതായത് ഈ ഫിലിമിനോടുള്ളൊരു താല്പര്യം പൊതുവേ ആൾക്കാർക്ക് കൂടാൻ സാധ്യതയുള്ളൊരു ഏജാണ് ഈ. അതെ. ഫിലിം അല്ലെങ്കിൽ ഇപ്പോൾ സംഗീതം, മ്യൂസിക് അങ്ങനത്തെ ലൈനിലൊക്കെ പോകുന്ന ആൾക്കാരുടെ അൾട്ടിമേറ്റ് ഗോൾ അല്ലെങ്കിൽ ഈ സിനിമ മ്യൂസിക് എന്നുള്ള ലൈനിലായിരുന്നു. നിങ്ങളിൽ ആർക്കും അത്തരത്തിലുള്ള ഡീവിയേഷൻസോ താല്പര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല? ഇതിനൊരു പാത്രം തന്നെയാണ് ഫുള്ളായിട്ട് പോയിട്ടുള്ളത്. സിനിമയിലെ പാട്ട് പോലും നമ്മൾ ഭജനയിലേക്ക് എങ്ങനെ കൊണ്ടുവരാന്നോ നമ്മൾ ചിന്തിച്ചോണ്ടിരുന്നത്. അതാണ് മ്യൂസിക് വൈസ് ഇൻട്രസ്റ്റ് ഉള്ള കണ്ണൻ ഒരു ഓൾറെഡി ഒരു ഫിലിം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതല്ല, ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു ഫിലിം വൈസ് മ്യൂസിക്കിനോടൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അത് മീൻസ് ഓഫ് കോഴ്സ് നമ്മൾ കേൾക്കും, എല്ലാവരുടെയും പാട്ടുകൾ കേൾക്കും. നമുക്ക് പല ആൾക്കാരുടെയും നമുക്ക് ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, അവരുടെ പാട്ടുകൾ കേൾക്കും, അതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് ആ ഒരു സ്ട്രീം ഓഫ് മ്യൂസിക്കിലേക്ക് നമ്മളുടെ കരിയർ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇതിലേക്ക് നമുക്ക് പാട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു തിങ്കിങ് ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാര്യം നമുക്ക് ഈ ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഞങ്ങളുടെ ക്ലോസ് ടു ദ ഹാർട്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ വളർത്താം എന്നുള്ളൊരു ഞങ്ങൾക്കും വളരണം, അതിൻ്റെ കൂട്ടത്തിൽ അതിനെ എങ്ങനെ വളർത്താം എന്നുള്ളൊരു തിങ്കിങ് എപ്പോഴും ഉണ്ടായിരുന്നു. അത് ഓൾവേസ് ഉണ്ടായിരുന്നു. അതിനെ ഒരു നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് ലെവലപ്പ് ചെയ്യാം എന്നുള്ളൊരു കൈൻഡ് ഓഫ് തിങ്കിങ് എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാവരും ക്ലാസിക്കലി
ട്രെയിൻഡ് ആണ്, പഠിച്ചിട്ടുണ്ട് പാട്ട് ഫോമിൽ പഠിക്കുന്നത്? ഞങ്ങൾ അത്യാവശ്യം കുറേശ്ശെ. ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, എല്ലാവരും തന്നെ പഠിച്ചിട്ടുണ്ട്, ഒരു പരിധിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അച്ഛൻ പാട്ടുകാരനായിട്ടും അല്ല, പണിക്കരേട്ടൻ പാട്ട് പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല. നമ്മള് ഈ വചന പാടും നമ്മളിപ്പം ക്ലാസിക്കലായിട്ട് പഠിക്കാതെ തന്നെ പാടുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മള് അങ്ങനെ പാടും, വലിയ സംഗീതം പഠിച്ച് ഇല്ലയൊന്നുമല്ല. സമ്പ്രദായ ഭജനം എന്ന് പറഞ്ഞൊരു ശാഖ തന്നെയുണ്ടല്ലോ, ശാസ്ത്രീയ ശാസ്ത്രീയം എന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യൻ ട്രഡീഷനിൽ ദർ ഇസ് എ ജോണർ കോൾഡ് സമ്പ്രദായ ഭജനം. അപ്പം അതിൽ ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് കുറേ ഒരു 15th century മുതൽ ഇവോൾവ് ആയ ഒരു ഫോർമാറ്റ്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ഫോർമാറ്റാണ് നിങ്ങളുടേത്. എന്നുവെച്ചാൽ അതിൻ്റെ എലമെന്റ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്, കുറേ ഇംപ്രൊവൈസേഷൻസ് ഉണ്ട്. അതെ. ആ ഒരു തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു? അന്ന് സ്ട്രിക്ട്ലി ആ സമ്പ്രദായ ഭജൻ ഫോർമാറ്റ് ആയിരുന്നോ, അതോ അന്നേ ഈ ഇംപ്രൊവൈസേഷൻ അവിടെ ഉണ്ടായിരുന്നു? ഇംപ്രൊവൈസേഷൻസ് പിന്നെ വന്നതാണ് കൂടുതൽ. ആദ്യം ഞങ്ങൾ കൂടുതൽ ഫോളോ ചെയ്യാൻ നോക്കി. ഈ സമ്പ്രദായ ഭജന ഫോർമാറ്റ് 100% ഒന്നും ഞങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല. കാര്യം അത് എന്ന് പറയുന്നത് അതിലെ ദേവതാധ്യാനം എന്ന് പറയുന്ന ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ ഒരു 2 hours 2.5 hours നമുക്ക് എങ്ങനെ ഗണപതി അല്ലെങ്കിൽ ഗുരുവിനെ തുടങ്ങി നമ്മൾ ആ ശ്ലോകങ്ങളും കീർത്തനങ്ങൾ നാമാവലികൾ ആ ഒരു കൈൻഡ് ഓഫ് ഫോർമാറ്റ് തന്നെയായിരുന്നു നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഓഡിയൻസും അങ്ങനെയുള്ളവരല്ലേ, അതുകൊണ്ട് അങ്ങനെയുള്ള ഓഡിയൻസ് ഉണ്ടായിരുന്നോ? അല്ല, അതാ പറഞ്ഞേ. അപ്പോൾ ഓഡിയൻസ് ഒക്കെ കുറവായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ സമ്പ്രദായ രീതിയിലുള്ള ഓഡിയൻസ് അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരൊന്നും നമ്മുടെ ഇതിന് വരാറില്ല. രാധാ കല്യാണം, രുക്മിണി കല്യാണം ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ പ്രോപ്പറായിട്ട് സമ്പ്രദായ ഭജന അത് ചിട്ട പഠിച്ചു അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. രാധാ കല്യാണം, രുക്മിണി കല്യാണത്തിൻ്റെയൊക്കെ എസെൻസും അതിൽ യൂസ് ചെയ്യുന്ന പാട്ടുകളും അത് ദേവതാധ്യാനം എന്നുള്ള 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ പാടാൻ വേണ്ടിയിട്ട് ആ പാട്ടുകൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് അത് പാടും. അത് നമ്മൾ ശ്ലോകം, കീർത്തനം, നാമാവലി എന്നുള്ള രീതിയിലുള്ള ഫോർമാറ്റിലായിരിക്കും. അപ്പം അത് പക്ഷേ ഈ രാധാ കല്യാണം, രുക്മിണി കല്യാണം ഒരു ഫോർമാറ്റാണ്. അതിൽ പൂജകളുണ്ട്, അതിനേതായിട്ടുള്ള ചടങ്ങുകളുണ്ട്. അപ്പം അത് അങ്ങനെ അത് കൂടുതലും തമിഴ് ബ്രാഹ്മിൺസ് അല്ലെങ്കിൽ ബ്രാഹ്മിൺസിൻ്റെ കൂടുതൽ ചെയ്യുന്ന, അല്ലാതെ ബാക്കിയുള്ള ഒരു കമ്മ്യൂണിറ്റീസിലേക്കൊന്നും ചെയ്യുന്ന ചടങ്ങുകളല്ല. പക്ഷേ ഇതിലൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വേറെ പല ആൾക്കാരും ചെയ്യുന്നതും ഇപ്പം കടയനല്ലൂർ പോലെയുള്ള അല്ലെങ്കിൽ തമിഴിലുള്ള പല ആൾക്കാർ ചെയ്യുന്ന ചടങ്ങുകൾ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ വെച്ച് ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടും അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങൾ പേഴ്സണലി ചെയ്യാറില്ല. ഞങ്ങൾ ആ ഒരു ഭജൻ എന്നുള്ള ആ ഒരു എസെൻസ്, ആ ഒരു ക്രീം മാത്രം എടുത്തിട്ടാണ് നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ പല സ്ഥലങ്ങളിലും സപ്താഹങ്ങളിൽ, ഇപ്പോൾ സപ്താഹത്തിലൊക്കെയാണ്. ഒരു ദിവസം ബോംബെ പോയപ്പോഴാണ് ഞങ്ങൾ രസമായിട്ട് മനോഹരി രാധേ രാധേ ഒക്കെ ഞങ്ങൾ. അപ്പം ഈ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തെങ്കിലുള്ള അവർക്കും ഒരു രസം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ഒരേ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഒരേ പാട്ട് നമ്മൾ തന്നെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാലും മടുക്കുമല്ലോ. എന്ന് പറഞ്ഞ പോലെ ഞങ്ങളൊരു രുക്മിണി സ്വയംവരമായിരുന്നു അല്ലേ? രുക്മിണി സ്വയംവരത്തിനായിരുന്നു. രുക്മിണി സ്വയംവരത്തിനപ്പം മനോഹരി രാധേ രാധേ എന്നുള്ളൊരു ഒരുപാട് സിനിമ പാട്ട് വെച്ചിട്ട് അതിങ്ങനെ ചെയിൻ പോലെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പം അവിടെ നിന്നാണ് പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പം പാടാമോ? മനോഹരി രാധേ രാധേ മുരാരി എന്നിവിടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചൊല്ല് മുകുന്ദന്റെ ഓവൽ ചുണ്ടിൽ മുളം തണ്ട മൂളി പെണ്ണെ മനസ്സിന്റെ ഉറികളിലൂറിയ സുഗന്ധവനീതം പകരാൻ നില്ല് മനോഹരി 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 രാധേ രാധേ മുരാരി എന്നിവിടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചൊല്ല് മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തണ്ട മൂളി പെണ്ണെ മനസ്സിന്റെ ഉറികളിലൂറിയ സുഗന്ധവനി പകരാൻ നില്ല് കൃഷ്ണ നീ ബേഗനെ ബാരോ കൃഷ്ണ നീ വേഗനെ ബാരോ 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 കൃഷ്ണ നീ വേഗനെ ബാരോ. ഇതായിരുന്നു ആദ്യത്തെ നിങ്ങളുടെ ഹിറ്റ് സോങ് എന്ന് പറയാവുന്നത്? വൈറൽ സോങ്സ്, സോഷ്യൽ മീഡിയ വൈറൽ സോങ്സിൽ യെസ് ഇതായിരുന്നു. ഇതിനു മുന്നേ കേൾവിക്കാരും കാഴ്ചക്കാരും ഇല്ലാതിരുന്ന കുറെ അനുഭവങ്ങൾ ഉണ്ടാവില്ല? എങ്ങനെയായിരുന്നു അത്? നമുക്കതൊരു അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നമുക്കതൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമുക്കെല്ലാം ഒരുപോലെയൊക്കെ തന്നെയായിരുന്നു.
കുറച്ച് പേരുണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ശരിക്കും ഓഡിയൻസിനെ മാത്രമല്ലല്ലോ ഇപ്പം ഞങ്ങളിത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓഡിയൻസ് ആരെങ്കിലും ആസ്വദിക്കുന്നുണ്ട്, എന്നിരുന്നാലും അവരില്ലെങ്കിൽ പോലും നമ്മൾ ഇതിനകത്ത് ഹാപ്പിയാണ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ ഒരു സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ ആഫ്റ്റർ ഓൾ ഗ്രൂപ്പ് ഓഫ് ബോയ്സ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻസ് പറഞ്ഞേ എടാ നമുക്ക് ആ ഒരു ലെവലിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സക്സസ് ഉണ്ടാവണം, അങ്ങനത്തെ ഡിസ്കഷനിലൊക്കെ ഇനീഷ്യൽ ഫേസിൽ ഈ സോഷ്യൽ മീഡിയ പോപ്പുലാരിറ്റിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ആ കോൺവെർസേഷനിലെ സക്സസ് എയിമൊക്കെ എന്താ? 40 വയസ്സിന് മുന്നേ ബാക്കിയുള്ള പണികളിൽ റിട്ടയർ ചെയ്തിട്ട് ഭജന കൊണ്ട് ജീവിക്കണം. ഫുൾ ടൈം ഭജന, അതൊരു ഫുൾ ടൈം ഭജന, അതൊരു അംബീഷനായിരുന്നു. അതിന് ഇത്ര പൈസ വേണം അല്ലെങ്കിൽ ഈ ലെവലിൽ എത്തണം അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്ക് വി നീഡ് റിട്ടയർ ബിഫോർ 40. അത് ഭജന കൊണ്ട് ഫുൾ ടൈം ഭജന, നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഭജന ചെയ്ത് ഇങ്ങനെ നടക്കണം. ഇപ്പം ഏത് ചെയ്തിൽ എത്താറായി. അതെ, ഇത്രയും പെട്ടെന്ന് എത്തുമെന്ന് ഞങ്ങൾ കരുതിയില്ല. അതെ അതെ, ഞങ്ങൾ എല്ലാവരും വർക്കിംഗ് ആണ്. കുറച്ച് പേരൊക്കെ 1 by 1 റിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എല്ലാവരുടെ മനസ്സിലും ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ജോബ്സിൽ ജോലി ചെയ്യുന്നവരാണ് നിങ്ങളെല്ലാവരും. എന്നിട്ട് ഇത്രയും സമയം നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഞങ്ങൾക്കൊക്കെ ഒരു ലീവ് എടുക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും പ്രയോറിറ്റി അല്ലേ? അതല്ല, പ്രയോറിറ്റൈസേഷൻ നമ്മൾ ചെയ്യുന്നുള്ള രീതിയിലനുസരിച്ചിട്ടുള്ളൂ. ബോസസൊന്നും പഴക്കം വരില്ലേ? ഓഫീസിലോ ഞാൻ കഴിഞ്ഞ വർഷത്തെ ഇത്ര ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എല്ലാ വീക്കെൻഡിലും ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട് ദുബായിൽ നിന്ന് ഇങ്ങോട്ട്. ഞാൻ 10 ലീവ് ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്തു ഈ വർഷത്തേക്ക്, ഇത്രയും ട്രാവൽ ചെയ്തിട്ട്. അപ്പം നമുക്കത് സാധിക്കും. എനിക്ക് ആകെയുള്ളത് 26 ലീവേ ഉള്ളൂ ഒരു വർഷം. 26 വർക്കിംഗ് ഡേയ്സ് ആണ് എനിക്കുള്ളത്. പക്ഷേ ഞാനത് 10 ലീവ് ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്തു കഴിഞ്ഞ വർഷത്തെ ഇത്രയും ട്രാവൽ ചെയ്തിട്ട്. അപ്പോൾ അതും പറ്റും നമുക്ക്. അപ്പോൾ അതങ്ങനെ പ്ലാൻ ചെയ്തു. വീക്കെൻഡ്സിലാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ഫ്രൈഡേ നൈറ്റ് ഫ്ലൈറ്റ് എടുക്കും, സാറ്റർഡേ സൺഡേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് മൺഡേ മോർണിംഗിൽ ഫ്ലൈറ്റ് എടുത്ത് നാളെ രാവിലെ 9 മണിക്ക് ഞാൻ ജോലി കയറും. നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ട് ചെയ്യണം. ഇപ്പോൾ ശ്രീലാലാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ കാര്യം, ഇവൻ രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെളുപ്പിനെ വരും. 6 മണിക്ക് എന്നിട്ട് സ്കൂളിൽ പ്രിപ്പയർ ചെയ്തിട്ട് എന്നിട്ട് 9 മണിക്ക് സ്കൂളിൽ പോകും. എന്നിട്ട് വൈകുന്നേരം വീണ്ടും പ്രോഗ്രാമിന് പോകും. എല്ലാവരുടെയും ഞാനിപ്പോൾ ഞങ്ങളുടെ 1-2 എക്സാമ്പിൾസ് പറഞ്ഞാൽ എല്ലാവരുടെയും കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. അതുപോലെ ഇപ്പം ഭയങ്കര ടയേർഡാണ് എല്ലാവരും. അതിപ്പോൾ ഞങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാമായിരിക്കുമല്ലോ. ആണല്ലേ? ശരിക്കും ഇതിൽ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ നമ്മളെല്ലാ കാര്യങ്ങളും മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ലോ പാഷൻ. നമ്മളത് അതിനുവേണ്ടി നമുക്ക് പ്രാക്ടീസ് കുറേ വർഷങ്ങളായിട്ട് ചെയ്തത് ആണ് ഇപ്പോൾ കൂടുതലും. ഇപ്പോഴത്തെ കൂടുതൽ പ്രാക്ടീസ് ഓൺ സ്റ്റേജിലാന്നേ ഉള്ളൂ. പുതിയ പാട്ടുകളൊക്കെ ഞങ്ങൾ സ്റ്റേജിലൊക്കെയാണ് ഞങ്ങൾ പരീക്ഷിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഞങ്ങളുടെ ഇടയിൽ. പുതിയ ആൾക്കാരില്ലേ, അവരെ ട്രെയിൻ ചെയ്യാനൊന്നും സമയം വേണ്ടേ? നിങ്ങളുടെ കൂടെ അത് കൂടെ വരിക, സിങ്കായി ഓട്ടോമാറ്റിക്കലി സിങ്കായി. അതാണ് നമ്മൾ അങ്ങനെയുള്ളവരെ നിലനിൽക്കുള്ളൂ. അത് തന്നെ. പുതിയ സിംഗേഴ്സിനെ എടുക്കുന്നത് അതിന്റെ പ്രോസസ് എങ്ങനെയാണ്? കാരണം നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസിനൊക്കെ താഴെ കമന്റ്സ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഞാൻ നന്നായി പാടും, ഞാൻ അത് പഠിച്ചിട്ടുണ്ട്, ഇത് പഠിച്ചിട്ടുണ്ട്, എന്നെ കൂടി അങ്ങനെ ഒരുപാട് കമന്റ്സ് കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് പുതിയൊരാളെ? അതെ, വന്ന് ചേർന്നതാണ്. നമ്മൾ കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, നമുക്ക് വേണ്ട കൈൻഡ് ഓഫ് സിംഗർ അല്ലെങ്കിൽ വേണ്ട കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി മോർ ദാൻ സിംഗർ, നമ്മൾ അതിന് ജെല്ലാകുന്ന ആൾക്കാർ ആരാണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് നമ്മൾ അവരെ ചൂസ് ചെയ്യും. നല്ല ടീം സ്പിരിറ്റ് ആണ്. ഇൻഡിവിജ്വൽ ഇതിനേക്കാളും അത് ആ ഒരു ടീമിനെ. ഇപ്പോൾ ടീം ഇന്ത്യ എന്താ ക്രിക്കറ്റ് കളിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും സച്ചിൻ അല്ലല്ലോ, അല്ലെങ്കിൽ എല്ലാവരും കോഹ്ലി അല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ആ ഒരു സ്പേസിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസിനല്ലാണ്ട് ആ ടീമിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അതൊരു വലിയ പാടണം എന്ന് വിചാരിക്കണമെങ്കിൽ വലുതായിട്ട് നമ്മുടെ പരിപാടി വിജയിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ എല്ലാവരും അങ്ങനെ. ഞാൻ നന്നായി പെർഫോം ചെയ്യണമെന്ന് ആരും വിചാരിക്കാറില്ല. പക്ഷെ പരിപാടി ഗംഭീരമായിരിക്കണം എന്നാണ് നമുക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു ഫീല് കിട്ടണം. ഭക്തി രസമാണല്ലോ നിങ്ങളുടെ പാട്ടിന്റെ ബേസിക് ഒരു സംഭവം. അത് നിങ്ങളെല്ലാവരും ഭക്തരുമായിരിക്കണം അല്ലേ? അതൊരു റിക്വയർമെന്റ് ആണ്. ഒരാൾ ഭക്തനായാലേ നിങ്ങളുടെ കൂടെ ചേരാൻ പറ്റുമെന്ന് അങ്ങനെയുണ്ടോ? അത് നിർബന്ധമില്ല, അങ്ങനെയൊന്നുമില്ല. ആറ്റിറ്റ്യൂഡ് കറക്റ്റാണ്. നമ്മൾ സത്യം പറഞ്ഞ ഒരു മനുഷ്യത്വബോധം, ഒരു ആൾക്കാർ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം ആൾക്കാരുടെ അടുത്തേക്ക്. അതാണ് മെയിനായിട്ടുള്ള ഫാക്ടർ. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ പണ്ട് ഹാർമോണിയം വായിച്ചുകൊണ്ടിരുന്നത് ഭക്തി നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഈ ഭക്തി എന്ന് പറയുന്ന കാര്യം. ഞങ്ങൾ ഹാർമോണിയം വായിച്ചുകൊണ്ടിരുന്ന തോമസ് ആശാൻ
KPSC പണ്ട് വായിച്ചുകൊണ്ടിരുന്ന തോമസ് എന്നുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭക്തി എന്ന് പറയുന്നത് എന്താ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പുള്ളി വായിക്കുന്ന ഹാർമോണിയം പീസ് എന്ന് പറഞ്ഞാൽ ഉഗ്രനാണ്. പുള്ളിക്ക് ഇപ്പോൾ പ്രായമായി 65-70 വയസ്സിന് മേളിലായി. അതുകൊണ്ടാണ് അല്ല 70-75 ആയിട്ടുള്ളൂ. അപ്പം പക്ഷേ എന്ത് വായനയല്ല ആശം വായിച്ചുകൊണ്ടിരുന്നത്. KPSC പണ്ട് ജോൺസൺ മാഷിൻ്റെ കൂട്ടത്തിലൊക്കെ ഉള്ള സമയത്ത് വായിച്ചുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. അപ്പം പുള്ളിയുടെ ഭക്തി എന്ന് പറയുന്നത് എനിക്ക് പറയാം അയ്യപ്പനെയും കൃഷ്ണനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പുള്ളിയുടെ ഭക്തി ചിലപ്പോൾ പുള്ളിയുടെ ഭക്തി യേശു ആയിരിക്കുമല്ലോ. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ വായിക്കുമ്പോഴത്തേനും പുള്ളിയുടെ ഹാർമോണിയത്തിന് അത് ഭക്തിയുണ്ട്. അപ്പോൾ നമുക്കത് പറയാൻ പറ്റും. പക്ഷേ ഞങ്ങളുടെ ടീമിൽ പുള്ളിയുടെ പ്രായം അതാണെങ്കിലും നല്ല രീതിയിൽ ജെല്ലാവുമായിരുന്നു. പുള്ളി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അങ്ങനെ അതാണ് നമ്മളുടെ ഫാക്ടർ. ആറ്റിറ്റ്യൂഡാണ്. അതെ അതെ ഡെഫിനറ്റ്ലി. തോമസ് മാഷിനെ പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. നമ്മുടെ എക്സ്പ്രസ് തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കൊച്ചിയിലെ ഇവന്റിനെ പറ്റിയിട്ടാണ്. ഒരുപാട് ക്രൗഡ് വന്ന എറണാകുളത്തെ പെണ്ണല്ലേ പല കമ്മ്യൂണിറ്റീസിൽ നിന്നുള്ള ആളുകൾ പാർട്ടിസിപ്പൻസ് ആയിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ ഒരുവിധം എല്ലാ പ്രോഗ്രാംസിനും വരാറുള്ളത്. നിങ്ങളുടെ ഒരു മോട്ടോ ആയിട്ട് പറയുന്നത് എല്ലാവരെയും സംഗീതത്തിലൂടെ അല്ലെങ്കിൽ ഭജനയിലൂടെ ഒരു വൺനെസ് എന്ന രീതിയിലേക്ക്. അപ്പോൾ ആ ഒരു നിങ്ങളുടെ എയിമിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ എയിമിനെ ഗ്രാറ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള വിഷ്വൽസ് ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് കാണുമ്പോൾ പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒന്നിച്ച് നിന്ന് കാണുമ്പോൾ എന്താ നിങ്ങളുടെ ഫീൽ? ഭയങ്കര ഫീൽ ചെയ്യാം. അത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഒരു മതത്തിൽപ്പെട്ടതല്ലാത്തതും അല്ലെങ്കിൽ ഞാൻ പറയും ഹിന്ദു അല്ലാതെ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരും മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഏത് പൊളിറ്റിക്സ് ഈവൻ ഏത്തിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഏത് പൊളിറ്റിക്കൽ സപ്പോർട്ടുള്ള ആൾക്കാരും എല്ലാവരും ഒന്ന് ചേർന്ന് ആ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യവും അത് തന്നെയാണ്. ഞങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സൊസൈറ്റിയിലെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള കാര്യം ഈ പല കാര്യത്തിലും ഈ പൊളിറ്റിക്കലായിട്ടുള്ള അടി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റിലീജിയസിൻ്റെ പേരിലാണെങ്കിലുള്ള വഴക്ക് നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കാര്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം ആ ഒരു വൺനെസ് പോസിറ്റിവിറ്റി എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ആൾക്കാരും നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. നിങ്ങൾ ഓൺ സ്റ്റേജ് ഇരിക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ്? ഭയങ്കര ഓൺ സ്റ്റേജ് ഇംപ്രവൈസേഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പോയാലും മോശമായിട്ട് പോയാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ബിക്കോസ് യു ഡോണ്ട് ഗെറ്റ് ടൈം ടു പ്രാക്ടീസ്. അപ്പോൾ എവിടെയോ കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ തെറ്റി പാടുമ്പം കവർ അപ്പ് എന്നൊക്കെ ആ ഒരു ആസ്പെക്റ്റ് ആണെന്ന് തോന്നുന്നു ചോദിച്ചത്. അതെങ്ങനെയാണ് ഓൺ സ്റ്റേജ് വരുമ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ? ബിക്കോസ് ദാറ്റ് ക്യാൻ സ്പോയിൽ ദ ഹോൾ ഷോ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഒരു ഇംപ്രവൈസേഷൻ തെറ്റായതുകൊണ്ട് ഒന്നും ഹോൾ ഷോയിൽ സ്പോയിലാവുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം എൻ്റെ ഗുരു പണ്ട് പറഞ്ഞു തന്നേക്കുന്നൊരു കാര്യം ഓർക്കുന്നത്, ഇപ്പം നമ്മളൊരു സംഗതി പാടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അയാളുടെ കയ്യിൽ നിന്ന് ആ പ്ലാൻ പാടിയത് പോകുമായിരിക്കാം. പക്ഷേ അയാൾ എന്താണോ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുമല്ലോ. അയാൾ എന്താണോ പ്ലാൻ ഉദ്ദേശിച്ചത് അതിനെ നമ്മൾ ആസ്വദിക്കാൻ നമ്മൾ പഠിക്കണം. ഓക്കെ അവൻ ട്രൈ ചെയ്ത് ഇതാണ് എന്നുള്ള കാര്യം. പക്ഷേ അത് എത്തിയില്ല. 2 ദിവസം പ്രാക്ടീസ് കഴിയുമ്പോൾ അത് വന്നോളും എന്ന് വെച്ചിട്ട് നമ്മൾ അതിന് കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മളുടെ തൊണ്ടയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും പാടുന്നുണ്ട്, എല്ലാവരും ഓവർ സ്ട്രെയിൻഡാണ്. അപ്പം ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം. പക്ഷേ നമ്മളൊരു പോസിറ്റീവ് ഒരു ഓവറോൾ ഒരു വൈബ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു ചാനൽ ഷൂട്ടിൽ പറഞ്ഞു, നമ്മൾ വീഡിയോ എടുത്തിട്ടിരുന്നപ്പോൾ ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് നമ്മളുടെ ഇടയിൽ സംഭവിച്ചു. നമ്മൾ പറഞ്ഞു വിൽ ഗോ ഫോർ റീടേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് അവരുടെ പ്രൊഡക്ഷൻ ഡയറക്ടർ പറഞ്ഞത് ഈ ഇംപെർഫെക്ഷൻ അതിൻ്റെ ഒരു ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഷോട്ടാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. കയ്യിൽ നിന്ന് പോയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ അതുണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ ഓരോ സമയത്ത് ചെറിയ നമുക്കറിയാം പുറത്തുനിന്നത്. അതെ, ഓഡിയൻസിന് മനസ്സിലാവണമെന്നില്ല. ഞാൻ ചെറുതൊരു ഞങ്ങൾ തന്നെ അത് മാനേജ് ചെയ്യും. അതിപ്പോ വരികളല്ലേ, ട്വൈസ് പാടേണ്ട സാധനം ചിലപ്പോൾ ഒരാൾ ലീഡിൽ ആദ്യം എടുക്കുമ്പോൾ റെപ്പിറ്റേഷനിലെ സംശയം ഉണ്ടാകാറുണ്ട്. വരികളിലെ തെറ്റുകൾ ചിലപ്പോൾ പാടുന്ന വരികൾ മാറിപ്പോകുന്നത്. ലാലേട്ടനോട് പറഞ്ഞു തന്നെ പറയും. ഏതാ മറ്റേ പാട്ട് അമ്പലമില്ലാതെ എങ്ങനെ വന്നാലും തിരക്കിട്ടായിരിക്കും അല്ലേ? അല്ല, അതൊരു പാട്ട് നമ്മൾ അമ്പലമില്ലാതെ ഞങ്ങൾ മിക്സ് ചെയ്യുമല്ലോ ഡിഫറെൻറ്റ് സോങ്സ്. അപ്പം ഡിഫറെൻറ്റ് സോങ്സ് മിക്സ് ചെയ്യുമ്പോഴത്തേനും അമ്പലമില്ലാതെയുടെ ലാസ്റ്റ് ഏതാ സ്വരം, ഏതിൻ്റെ സ്വരമായിരുന്നു? നമ്മുടെ സംഗീതമേ ഉള്ള അതിൻ്റെ സ്വരങ്ങൾ ലാസ്റ്റ് ജസ്റ്റ് അതിൻ്റെ കൂടുതൽ മിക്സ് ചെയ്തു. എന്നിട്ട് ആ സ്വരങ്ങൾ പാടി വരുമ്പോഴത്തേനും
അല്ലാതെ സ്വരം പാടാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം സ്വരം കേട്ടപ്പോൾ ഞാൻ അറിയാതെ സ്വരം അങ്ങ് പാടി. വയലിൽ ജയകൃഷ്ണൻ വായിക്കുകയോ ചെയ്യണേ. ജയകൃഷ്ണൻ വായിക്കുന്നു, കൂടെ ഞാൻ വെറുതെ ഇങ്ങനെ സ്വരം പാടി അവസാനം എത്തിയപ്പോൾ അറിയാതെ സംഗീതമേലേക്ക് പെട്ടെന്ന് കടന്നു. ഇവിടെ ഇത് അമ്പലമില്ലാതെ എന്നുള്ള പാട്ട് സ്റ്റാർട്ടും ചെയ്തു. അവസാനം അത് സമ്പലമായി. സമ്പലമില്ലാതെ ആൽത്തറയിൽ ഓഴുന്ന യൂട്യൂബിൽ അത് എഴുതിയിട്ടുണ്ട്. സമ്പലമില്ലാതെ. അങ്ങനെയൊക്കെയുള്ള കുറെ കോമഡികൾ സ്റ്റേജിലുണ്ടായിരുന്നു. ഈ ഇംപ്രൊവൈസേഷൻസിന്റെ കാര്യം നിങ്ങൾ ഫിലിം സോങ്സ് ബ്ലെൻഡ് ചെയ്യും. ഒരു 13 years മുമ്പൊക്കെ നിങ്ങൾ ഒരു ഫിലിം സോങ്സ് ബ്ലെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു ഫേസിനെ പറ്റി പറയാമോ? നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്നൊരു ഐഡിയയിലേക്ക് നിങ്ങൾ എത്തുന്ന ആ ഒരു ഫേസിനെ പറ്റി. അങ്ങനെ ഈ മനോഹരി രാധേ രാധേ പിന്നെ കണ്ണാനി എന്നും അങ്ങനെയുള്ള കുറച്ച് പാട്ടുകളാണ് ഞങ്ങൾ ആദ്യം ഇതിലേക്ക് ഒന്ന് ട്രൈ ചെയ്തത്. അപ്പോൾ അത് ആൾക്കാർ ഒത്തിരി എൻജോയ് ചെയ്യുന്നത് നമുക്ക് റെസ്പോൺസ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒത്തിരി ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വൈ നോട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ പാട്ടുകൾ അതിലേക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ പരീക്ഷിക്കുന്നതും. അത് പിന്നെ ഇപ്പോൾ ഗ്രാജുവലി അത് ഒത്തിരി പാട്ടുകൾ ഞങ്ങൾ കുറേ പാട്ടുകൾ നമ്മളുടെ ഭജനയുടെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് ഞങ്ങൾ സിമിലർ ആയിട്ടുള്ള രാഗങ്ങൾ ബ്ലെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നത്. അപ്പം അതിന് ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാം, ഡിസിഷൻ എടുക്കുക. ആ ഡിസിഷൻ അതൊരു എക്സ്പെരിമെൻ്റ് ആണ്. ആ എക്സ്പെരിമെൻറ്റ് സക്സസ് ആയി എന്ന് നമുക്ക് മനസ്സിലായ ആ ഒരു പോയിന്റ് അതിനെ പറ്റിയിട്ടാണ്. അല്ല, എടുത്തപ്പോൾ അത്രയും സക്സസ് ആയിട്ടില്ല. ഇത് നമ്മൾ ഒരു സപ്താഹത്തിന് ചെയ്ത സമയത്ത് അന്ന് ഇത് ഞങ്ങൾ ആ ഒരു രസത്തിൽ അതങ്ങ് കഴിഞ്ഞു. പിന്നെ ഒരു 13 വർഷം കഴിഞ്ഞു അതൊന്ന് സക്സസ് ആയിട്ട് വരാൻ. അപ്പോൾ അത്രയും സമയവും നമ്മളതിനു വേണ്ടി ഒരുപാട് തവണ പാടിയിട്ടുണ്ട്. പിന്നെ നമ്മളത് നിർത്തിയിട്ടില്ല, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ വളരെ കുറച്ചേ പാടിയിട്ടുള്ളൂ അല്ലേ? മനോഹരിയൊക്കെ കുറേ വർഷങ്ങളിലൊന്നുമില്ല. അത് തന്നെ നിങ്ങളിപ്പോൾ 25 വർഷമായി പാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പോപ്പുലാരിറ്റിക്ക് സോഷ്യൽ മീഡിയക്ക് വലിയൊരു റോളുണ്ട്. അതിലുപരി ഒരു കേരളത്തിൽ അടക്കം വന്നിട്ടുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച് കൂടി നിങ്ങളുടെ പോപ്പുലാരിറ്റിക്ക് പുറകിലുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഇപ്പം നമ്മൾ ഫാക്ച്വലായിട്ട് നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. മേ ബി ഉണ്ടാകാമായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് കൂടുതൽ ഇപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യമാണോ പറയുന്നത്? അതൊരു ഫാക്ടറാണ്. ഓക്കെ. ഇപ്പോൾ പണ്ട് നമ്മൾ വളരെ കേരളത്തിൻ്റെ സോക്കോൾഡ് ഒരു സെക്യുലർ ലെഫ്റ്റിസ്റ്റ് സ്പേസിൽ നമ്മൾ കാണാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പോപ്പുലർലി അക്സെപ്റ്റഡ് ആയി വരുന്നുണ്ട്. പലതിനും അക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൂടി നിങ്ങളുടെ ഒരു പോപ്പുലാരിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സംശയമുണ്ട്. എനിക്കറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ഫാക്ടർ ഉണ്ടല്ലോ. അപ്പം ഈ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം എൻജോയ് ചെയ്യുന്നു നമ്മൾ പറയുന്നില്ല. ഒരു കൈൻഡ് ഓഫ് ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മൾ എൻജോയ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചിലപ്പോൾ വാലിഡ് ആയിരിക്കും. പക്ഷേ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ആൾക്കാർ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റാണല്ലോ നമ്മൾ കൂടുതൽ മലയാളികൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമായിരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതൊരു ഇപ്പം അതല്ലാതൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആൾക്കാർ മാത്രം ഇതിനെ നമുക്കൊരു റീസണിന് വേണ്ടിയിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ദിവസം പറഞ്ഞത് ഒരു കലാകാരനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, അവന് കൊടുക്കുന്ന പാട്ടിനെ, അപ്പോൾ നമ്മുടെ പാട്ടിനെ ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ അകത്ത് വേറെ ഒന്നും അവർ നോക്കുന്നില്ല. ആ പാട്ട് അവർക്ക് ആസ്വദിക്കുന്നു, അതുകൊണ്ട് അവർക്കൊരു ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് അവർ നോക്കുന്നത്. അത് ഏതാൾക്കാർ അല്ലാതെ അതിൻ്റെ അകത്ത് അവർ വേറെ ഒന്നും നോക്കുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാട്ട് കേട്ട് ചെയ്യുന്നു. അതിനകത്ത് വേറെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ദേ ആർ എൻഗേജ് അറ്റ് ദ സെയിം ടൈം അവരുടെ വർക്ക് വേറെ നടക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്രിറ്റിസിസം നിങ്ങൾക്കെതിരെ ഉണ്ടായി, എസ്പെഷ്യലി വെൻ യു ഗുരുവായൂർ പ്രോഗ്രാം കഴിഞ്ഞാണ് തോന്നുന്നു, വെൻ യു ആക്ച്വലി സ്റ്റാർട്ടഡ് ടോപ്പിംഗ് ദ ചാർട്ട്സ്. That this is agenda based. RSS ന്റെ അജണ്ടയാണ്. This is സംഗി ഫിലോസഫിയാണ്. അപ്പോൾ അങ്ങനെയും ഒരു കമന്റ്സിൽ അതും കമന്റ്സ് മാത്രം നോക്കുമ്പോഴല്ല, അല്ലാണ്ട് തന്നെ ചർച്ചകൾ, TV ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനോടൊക്കെ എങ്ങനെയാണ് അപ്പം പ്രതികരിക്കുക? You say that politically everybody is enjoying yours, but there is also a strong group of people who are very critical of you. How do you respond?
അതിന് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് റെസ്പോണ്ട് ചെയ്തത് നമ്മൾ മുന്നേ 25 വർഷം അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു ആ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നത്. അതിൽ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് ആരെങ്കിലും പ്രത്യേകിച്ച് ഒരു അവകാശം പറഞ്ഞിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പ്രശ്നമല്ല, ഈ പറയുന്ന ആൾക്കാരുടെയും ഈ പ്രതികരിക്കുന്ന ആൾക്കാരുടെയും പ്രശ്നമാണല്ലോ. അതിപ്പം നമുക്കൊരു ചേഞ്ച് ഉണ്ടായിട്ടില്ല. നമ്മൾ എന്ത് പാടിക്കൊണ്ടിരുന്നു അത് തന്നെയാണ് പാടുന്നത്. പക്ഷേ അതൊരു ആൾക്കാരിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ അതിൻ്റെ അത് കൂട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആരും അവകാശവും പറയണ്ട, അതിനാരും പേടിക്കുകയും വേണ്ട. അത്രേ ഉള്ളൂ. ചോദിച്ചതിന്റെ വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ വളർച്ചയും BJPയുടെ കേരളത്തിലുള്ള വളർച്ചയും തമ്മിലൊരു കോറിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് പൊതുവെ ഒരു നെറേറ്റീവ്. ആ നെറേറ്റീവ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കുറേ പൊളിറ്റിക്കൽ ആൾക്കാരും കുറേ ചാനലുകളും കുറേ യൂട്യൂബിലൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനേ തോന്നുന്നില്ല. അതാണ് അതിനൊന്നും ഐ ഡോണ്ട് തിങ്ക് ഡിസേർവ് എനി റെസ്പോൺസ്. സോ നമുക്കൊരു കാര്യം നമുക്കിപ്പോൾ ഭയങ്കര ഈസിയാണല്ലോ ഈ ഒരു കാലഘട്ടത്തിൽ ഒരാളെ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് ഇതാണെന്നുള്ള രീതിയിൽ നമുക്ക് ഒരാൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയും അല്ലെങ്കിലുള്ള രീതിയിലും ഭയങ്കര ഈസിയാണ് ഒരു കാര്യം. അപ്പം ഞങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു ചർച്ചയിൽ പാർട്ടാനായിട്ട് താല്പര്യമില്ല. കാര്യം ഞങ്ങളുടെ ഫോക്കസ് മാറും. അപ്പോൾ അതിലൊക്കെ ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനോട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഡീവിയേറ്റ് ആയിപ്പോകും. പിന്നെ അതിൻ്റെ ചർച്ചകൾ അപ്പോൾ പിന്നെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, ന്യൂസിൽ ചർച്ച ചെയ്യാനും പല കാര്യങ്ങളും വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു താങ്ക് യു സോ മച്ച്, ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇന്റർവ്യൂവിൽ പറയുണ്ടായി നിങ്ങളുടെ ഇടയിൽ തന്നെ പല പൊളിറ്റിക്കൽ പാർട്ടീസിൽ വിശ്വസിക്കുന്നവരുണ്ട്. അതെ. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അതെ. ഇത് പറഞ്ഞ ഒരു പോയിന്റ്, അതായത് ആരും അങ്ങനെ ചെയ്തിട്ടില്ല, അതിന് അവകാശികളായിട്ടും ആരും വരേണ്ടതില്ല എന്നുള്ള. വി ആർ ലിവിംഗ് എ ടൈം ഓഫ് അപ്രോപ്രിയേഷൻസ്. അതായത് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിൽ ക്ലെയിം ഏറ്റെടുക്കുന്ന പൊളിറ്റിക്കൽ ഫോഴ്സസ് ഒരു സമയത്തൂടെയാണ്. മേ ബി നാളെ ഒരു കാലത്ത് നിങ്ങളെയും കൂടെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെയും കൂടെ ഞങ്ങളുടെ ഭാഗമാണ് എന്ന് പറയാൻ ഒരു നെറേറ്റീവ് ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പക്ഷേ? ഞാൻ പറഞ്ഞില്ലല്ലോ, ഓൾറെഡി പറഞ്ഞല്ലോ, അവകാശികളും വേണ്ട, അതിനെതിരെയും വരേണ്ട കാര്യമില്ല, അതിന് പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളൊരു മോബിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നാളെ ഞങ്ങളിപ്പോൾ ഒരാൾ ഓക്കെ ഞങ്ങൾ ബിലീവ് ഇൻ സിസ്റ്റം ഇതാണ്, യു ഓൾസോ നീഡ് ടു ബിലീവ് ഇൻ ദിസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ നാളെ പോയിട്ട് ശ്രീലാൽ നാളത്തെ കാൻഡിഡേറ്റ് ആണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ, അതുകൊണ്ട് ശ്രീലാലിന് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്നൊന്നും ഞങ്ങൾ അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ടുമോറോ ഓക്കെ ലെറ്റ് ദം ഡിസൈഡ്, ലെറ്റ് ദി പബ്ലിക് ഡിസൈഡ്, ഓക്കെ ഇവരുടെ അജണ്ട ഇതായിരുന്നു എന്നുള്ളൊരു ഞങ്ങളുടെ ഡീവിയേഷൻ ഞങ്ങളുടെ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ദി ഓഡിയൻസ് ഡിസൈഡ് അല്ലേ, അതായിരിക്കും ബെസ്റ്റ്. മെയിനായിട്ട് ചില പാട്ടുകൾ ചിലർ പറയുണ്ടായിരുന്നു ജൈവിളിയൊക്കെ കൂടുതലാണ്, പാരലായിട്ട് അവർ മറ്റേ രാം ജന്മഭൂമി മൂവ്മെന്റിന്റെ അത് വെച്ചിട്ട് ഇവർക്ക് ജൈവിളി കൂടുതലാണ്. രാമചന്ദ്രഗിരി സ്വാമി ഹരിദാസ്ഗിരി എത്ര വർഷങ്ങൾക്ക് മുന്നേ പാടിയ പാട്ടാണ് അത്. പക്ഷേ അതിവിടെ കേരളത്തില് അറിയില്ല. അതെ, ഞാനിത് കാസറ്റ് കേട്ട് 20 വർഷം മുന്നേ എഴുതിയെടുത്ത പാട്ടത്, അന്ന് ഞാൻ പാടിയ പാട്ട്. അതെ, എസ്പെഷ്യലി ഐ തിങ്ക് നിങ്ങളെ കുടുംബ സദസ്സുകൾ കൂടുതൽ അറിഞ്ഞു വന്നത് കോവിഡിന്റെ സമയത്ത് യുവർ ഹോം ട്യൂട്ടോറിയൽ സെഷൻസ് ആയിരുന്നു. അതിൽ നിന്ന് 2024 കഴിഞ്ഞിട്ടാണ് യു സ്റ്റാർട്ടഡ് കമ്മിങ് ഔട്ട് ഇൻ ദി ഓപ്പൺ ആൻഡ് പെർഫോമിംഗ് ഓൺ സ്റ്റേജ്. അതിനുശേഷമാണ് അപ്പോഴാണ് മറ്റേ രാം ജന്മഭൂമി നടക്കുന്നത്. അതിനെ കോറിലേറ്റ് ചെയ്താണ് എല്ലാവരും ഈ ഒരു പാട്ടിനെ എസ്പെഷ്യലി കാണുന്നത്. പക്ഷേ അതിനകത്തൊരു ഇതുണ്ട്, നമ്മുടെ പ്രോഗ്രാമിന് പങ്കെടുക്കുവാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങളിപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഫ്രണ്ടിൽ പല പാർട്ടിയിലുള്ളവരിലും ജയിലിൽ സിയാപതിക്ക് എല്ലാവരും സിയാപതി എവ്രി വൺ ഈസ് ഡിമാൻഡിങ് ഫോർ ദാറ്റ്. ഇപ്പൊ അതിലൊരു വിളിക്കുന്നതാണ്, അതിൻ്റെ അകത്ത് വേറെ ഒന്നും നോക്കണം. അതെ, ഞാൻ പറയട്ടെ, ഞങ്ങള് LDF നമ്മൾ അമ്പലങ്ങളിലെ പല സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാർ ഭരണസമിതിയിലുള്ള അവര് സിയാപതി റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. सियापति रामचंद्र की जय, राधापति कृष्ण चंद्र की जय, गौरीपति चंद्रचूड़ की जय, पवन सुध हनुमान की जय, पवन सुध हनुमान की जय, तपोवन ज्ञानानंद की जय, तपोवन ज्ञानानंद की जय, तपोवन ज्ञानानंद की जय. भाव भक्ति का भूखा सोई जो कुछ नहीं पावे, भाव भक्ति का भूखा सोई जो झुग नहीं पावे, भक्त भूल गए राम दीवाने निज पद मांगो देवे,
भक्त भूल गए राम दीवाने निज बधवा गोदेव सियापति रामचंद्र की जय, राधापति कृष्ण चंद्र की जय, गौरीपति चंद्रचूड़ की जय, पवन सुत हनुमान की जय. ഇപ്പോൾ നിങ്ങളെ കണ്ട് നിങ്ങളെ ഫോർമാറ്റ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് കുറേ ഗ്രൂപ്പ്സ് ഇപ്പോൾ പുതുതായിട്ട് ഫോം ചെയ്യുന്നു. അതാണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് കാണുമ്പോൾ സന്തോഷം. അത്രയും പുതിയ എൻ്റെ അടുത്ത് ആരോ ഒരു കണക്ക് വന്നു. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കേരളത്തിൽ ഇപ്പോൾ 250 to 300 ന്യൂ ഗ്രൂപ്പ്സ് ഫോം ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അത്രയാണെന്ന് എനിക്കറിയില്ല. മേ ബി എൻ്റെ അടുത്ത് ഒരാൾ കണക്ക് തന്നു. അപ്പം ഈ അടുത്ത് ഞാൻ പറയുന്നത് വിത്തിൻ എ സ്പാൻ ഓഫ് ഒരു 4-6 months. അത് ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് നന്ദഗോവിന്ദം ഓർ ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് പ്രശാന്ത് വർമ്മജിയുടെ ഒരു എഫർട്ടും കൂടി അതിലുണ്ട്? ഓഫ് കോഴ്സ് ഉണ്ടാവും. ഹീസ് എ ഡോയിൻ ഓഫ് ഭജന. അതെ തീർച്ചയായിട്ടും. അല്ല നമ്മൾ ഈ ഒരു കേരളത്തിൽ ഭജന പ്രചരിപ്പിക്കാനായിട്ട് ഇനീഷ്യൽ ടൈമിൽ അല്ല, നിങ്ങളുടെ ഈ ഫോർമാറ്റിന്റെയും കൂടി ഒരു ബേസ് അവിടെയാണ്. ഞങ്ങളുടെ ഫോർമാറ്റിൻ്റെയോ പ്രശാന്ത് ഏട്ടനെ എനിക്ക് ഒരു 25 years ആയിട്ട് എനിക്കറിയാം. പ്രശാന്ത് ഏട്ടൻ നമ്മളുടെ വെമ്പിനുംകുളങ്ങര അമ്പലത്തിൽ വന്നിട്ടൊക്കെയാണ്. നമ്മൾ കോട്ടയത്താണ് അദ്ദേഹത്തിൻ്റെ വിശ്വരൂപ അവരുടെയൊക്കെ ഭജൻ ഗ്രൂപ്പൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തതൊക്കെ. അതെ. അപ്പോൾ അദ്ദേഹത്തിനെ പണ്ട് തൊട്ടേ അറിയാം. അപ്പോൾ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാറുണ്ട്. അപ്പം എന്നെ 2-3 വേദിയിലൊക്കെ അദ്ദേഹം കൊണ്ടുപോയി കുട്ടിയായിരുന്ന സമയത്തൊക്കെ പോയി പാടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ണനുണ്ടോ പോലുള്ള പാട്ടുകളൊക്കെ. പക്ഷേ അതിനുശേഷം നന്ദഗോവിന്ദം ഞങ്ങൾ ഫോം ചെയ്തപ്പോൾ ഞങ്ങൾ സ്ട്രിക്ട്ലി ഒരു കാര്യം ഡിസൈഡ് ചെയ്തു. ഞങ്ങളുടേതായിട്ടുള്ള സെറ്റ് ഓഫ് സോങ്സ് മാത്രമായിരിക്കും. അത് ഞാൻ ഡിസിഷൻ എടുത്തത് ഈ 20 years മുന്നേ ഉള്ള ഡിസിഷനാണ് പറഞ്ഞത്. ഇപ്പോൾ എടുത്ത ഡിസിഷനല്ല. അതൊരു ആ ഒരു ഡിസിഷൻ അന്ന് തന്നെ നമ്മളുടേതായിട്ടുള്ള റൂട്ട് ക്രിയേറ്റ് ചെയ്യണം, നമ്മളുടെ ഒരു പാത്ത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഡിസിഷനിൽ തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹം എന്താണെങ്കിലും പാടട്ടെ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ട് പാടുന്ന കുറേ ഗ്രൂപ്പ്സ് ഉണ്ടാവും. നന്ദഗോവിന്ദം ഷുഡ് സ്റ്റാൻഡ് സെപ്പറേറ്റ് ആൻഡ് വി ഷുഡ് സ്റ്റാൻഡ് അലോൺ. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ ഞങ്ങൾ 20 years മുന്നേ ഞങ്ങൾ എടുത്തായിരുന്നു. അത് തന്നെയാണ് ഞങ്ങൾ അന്ന് തൊട്ട് ഇന്നുവരെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. എസ്പെഷ്യലി മനോഹരി രാധേ രാധേ അല്ലെങ്കിൽ ഫിലിം സോങ്സ് മിക്സ് ചെയ്ത് പാടുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിന്റെ ഫോർമാറ്റിലും ഇല്ലേ? അദ്ദേഹം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെ അദ്ദേഹം ഞങ്ങൾ ഫോളോ ചെയ്ത് അത് കണ്ടിട്ടാണോ ചോദിക്കുന്നത്? ഓക്കെ. ഫിലിം സോങ്സ് മിക്സ് ചെയ്യുന്ന അദ്ദേഹം പിന്നെ മിക്സ് ചെയ്യുന്ന എനിക്കറിയില്ല. ആരോണോ ഞാൻ അതിന് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് അല്ല ഞങ്ങൾ ഈ പാട്ട് മിക്സ് ചെയ്തത് മനോഹരി രാധ 2008 ഞങ്ങൾ ചെയ്തത് തന്നെ. 2008 ഞങ്ങൾ മുംബൈ വെച്ചിട്ടാണ് ചെയ്യുന്നതൊക്കെ തന്നെ. അപ്പം അതും ഇതുമായിട്ട് ഞങ്ങൾ അദ്ദേഹം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ വി ഡോണ്ട് ഹാവ് എൻ ഇൻഫ്ലുവൻസ് ഓൺ. വാട്ട് അബൌട്ട് ചില പാട്ടുകളുണ്ട്, അത് ഒരു നിഷ് ഗ്രൂപ്പിന് മാത്രം കേരളത്തിൽ അറിയാവുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ നോർമലി വീട്ടിൽ പാടിക്കൊണ്ടിരുന്ന ഭജനയുടെ ഭാഗമായിട്ടുള്ള പാട്ടുകൾ. അത് നിങ്ങൾ മറ്റേ ജാമിങ് സെഷൻസിൽ ഒരുപാട് പാടി. ആ സമയങ്ങളിലെ ജാമിങ് സെഷൻസ് സ്തംഭം പിളർത്തും, അത് ഒരു നിഷ് ഓഡിയൻസിന് മാത്രം അറിയുന്ന ഒരു പാട്ടായിരുന്നു. അതിപ്പോ വളരെ ഫേമസ് ആയി, ഡാൻസ് കവേഴ്സ് വരെ വരാൻ തുടങ്ങി. അപ്പൊ ആ പാട്ട് എങ്ങനെയാണ് ചൂസ് ചെയ്തതോ? അത് ചൂസ് ചെയ്യാൻ പ്രവീണാണ് ഒരു ദിവസം നമുക്ക് ഒരു വളരെ റാൻഡമായിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നൊരു പ്രവീൺ പറഞ്ഞു, ഈ പാട്ട് രസമായിരിക്കില്ല നമ്മൾ പാടിയാൽ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഈ കോവിഡിൻ്റെ സമയത്തായിരുന്നു എനിക്ക് തോന്നുന്നു, ഇങ്ങനെ കോവിഡിൻ്റെ സമയത്ത് അതെ ഹോം സെഷൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാ വീക്കെൻഡിലും വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ആ സമയത്ത്. അപ്പം ഞങ്ങളിങ്ങനെ വീക്കെൻഡ്സിൽ ഗ്യാദർ ചെയ്യും, അടുത്ത ആഴ്ച നമുക്ക് ഏത് പാട്ട് റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ഞങ്ങളങ്ങനെ ചൂസ് ചെയ്യും, പല പാട്ടുകൾ നോക്കും. അപ്പോൾ പ്രവീൺ അത് അയച്ചു തന്നപ്പോഴത്തേനും എനിക്കും ആ പാട്ട് ഇഷ്ടമായി. അപ്പം അങ്ങനെ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുന്നേ ആ പാട്ട് പഠിക്കുന്നത്. അപ്പോൾ പഠിച്ചു നേരെ അങ്ങ് റെക്കോർഡ് ചെയ്യുമായിരുന്നത് സ്ട്രൈറ്റ്. അപ്പോൾ അതിന് ഞങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ള അങ്ങനെ ഒത്തിരി പരിചയമുള്ള പാട്ടായിരുന്നില്ല. 1 hour കൊണ്ട് ഞങ്ങളപ്പോൾ പഠിച്ചിട്ട് നമുക്ക് അപ്പം തന്നെ റെക്കോർഡ് ചെയ്തേക്കെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ ലൈവായിട്ട് അപ്പം തന്നെ റെക്കോർഡ് ചെയ്തു. അതെ എഴുതിയ കൃഷ്ണ ശർമ്മ അദ്ദേഹം ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് അപ്പം അത് പെട്ടെന്ന് തന്നെ അത് വൈറലായി. അത് വൈറൽ ഇൻ ദ സെൻസ് ഭയങ്കര റീച്ചായി. വിത്തിൻ 1 hour തന്നെ എഴുതിയ അദ്ദേഹം കൃഷ്ണ ശർമ്മ അദ്ദേഹം ഞങ്ങളെ ഈ മെസ്സഞ്ചറിൽ ഫേസ്ബുക്കിൽ കണക്ട് ചെയ്ത് വിളിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോയപ്പം അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരാണ് താമസിക്കുന്നത്. അവിടെ വെച്ച് ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്തു. അപ്പം അദ്ദേഹത്തിനും സന്തോഷം. സ്തംഭം സ്തംഭം പിളർക്കുന്ന ഹുങ്കാര ശബ്ദം, നിഗന്ധം നടുങ്ങുന്ന ദുന്ദുബീനാദം, ശതകോടി സൂര്യന്മാരെരിയും ത്രിനേത്രം, ചുളുനിണം തേടുന്ന ചുരിക പോനാവ്.
സ്തംഭം പിളർക്കുന്ന ഹുങ്കാര ശബ്ദം, ദിഗന്ധം നടുങ്ങുന്ന ദുന്ദുബീനാദം, ശതകോടി സൂര്യന്മാരെരിയും ത്രിനേത്രം, ചുടുനിണം തേടുന്ന ചുരിക പോൽ നാവ്. മരണം വിളങ്ങുന്ന ദിക്രൂരദംശം, പ്രളയാഗ്നി ചുഴിതീർത്ത ജഡസടാകേസരം, പ്രകരണം പേറുന്നൊരഷ്ടഭുജങ്ങൾ, ആകാശസീമയ്ക്കനന്തമാം ദേഹം, ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം, ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം. നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു പോപ്പുലർ നരേറ്റീവില് നന്ദഗോവിന്ദം ഭജൻസ് വേഴ്സസ് വേടൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രോങ് നരേറ്റീവ് ഉണ്ട്. ശ്രദ്ധിച്ചിരുന്നോ? നമ്മളും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നല്ലേ കാണാറുണ്ട്. വേടന്റെ പാട്ടുകൾ ശ്രദ്ധിക്കാറുണ്ടോ? എങ്ങനെ ആസ് എ സിംഗർ എങ്ങനെയാണ്? നല്ല പാട്ടുകളല്ലേ ചെയ്യുന്നത്. മീൻസ് ഞാൻ പൊളിറ്റിക്കൽ ഒരു കാര്യം പറയുന്നില്ല. ആസ് എ റാപ്പർ ഈസ് എ ഗുഡ് സിംഗർ, ഈസ് എ ഗുഡ് സിംഗർ. പാട്ടുകൾ ഇപ്പം നാളെ അദ്ദേഹം വന്ന് ഞങ്ങൾ ഷേക്കാൻ കൊടുക്കും. കൂടെ പഠിപ്പിക്കാനായിട്ട് അറിയില്ലല്ലോ. ഡെഫിനറ്റ്ലി അത് ഡിഫറെൻറ്റ് സ്ട്രീം ഓഫ് മ്യൂസിക് അല്ലേ. ഇപ്പം നമുക്ക് എല്ലാ പാട്ടുകളും ജെല്ലാവില്ലല്ലോ. അപ്പം ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്ട്രീം ഓഫ് മ്യൂസിക്. പുള്ളിയുടെ പാട്ടുകൾ ചെയ്യുന്നു. ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട്. ഭക്തി ഇപ്പോൾ ബ്രോദാവി അറിയാം, വിനോദ് ബ്രോദാവി. അപ്പം ഈസ് എ ഗുഡ് സിംഗർ. അദ്ദേഹത്തിനോട് കൊളാബറേറ്റ് കഴിഞ്ഞാൽ വി നൈസ്. പുള്ളി ഡിഫറൻസ് പൊളിറ്റിക്കൽ അല്ല എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു രണ്ടുപേരും പോകത്തില്ലായിരിക്കും. രണ്ട് മ്യൂസിക് രണ്ട് രീതിയിൽ ഇരിക്കട്ടെ. എല്ലാത്തിനും എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഐ തിങ്ക് വി ഡോണ്ട് നീഡ് ടു മിക്സ്, റൈറ്റ്? അത് അതിൻ്റെ ആവശ്യമില്ല. എല്ലാം ഒരുപോലെ ആയാലും അങ്ങനെയല്ലേ? അതെ. ഇപ്പം നമുക്ക് സാമ്പാറിനകത്ത് പായസം ഒഴിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. മീൻ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അതിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ സെപ്പറേറ്റ് ചെയ്ത് ഒരു പൊളിറ്റിക്കൽ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇതാകും. ഇപ്പം എന്താണെങ്കിലും നമ്മളുടെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എവിടെയും ഞങ്ങൾ വേടനെതിരാന്നോ അല്ലെങ്കിൽ ഞങ്ങളെ ആർക്കെങ്കിലും എതിരാന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. സോ വി ഡോണ്ട് നോ. ഞാൻ എല്ലാ സംഗീതം എല്ലാ ഡിഫറെൻറ്റ് മ്യൂസിക്കിനെയും ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഈ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് ഞങ്ങൾ പാടുന്ന ഒരു മ്യൂസിക്കാന്ന് വെച്ചിട്ട് ബാക്കിയുള്ള മ്യൂസിക് ഒന്നും മോശമാണെന്ന് ഞങ്ങൾ എവിടെയും പറയാറുമില്ല. അത് ഞങ്ങൾ കേൾക്കാതിരിക്കത്തുമില്ല. വി ലൈക്ക് ഓൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അതെ. അത് ഈ ഭജൻ കണക്ട് എന്നുള്ള ഐഡിയ വന്നപ്പോഴാണ്. അപ്പം ഞങ്ങൾ വി തോട്ട് ഓഫ് കണക്ടിങ് വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ. ആ ഒരു കണക്റ്റിന് ഒത്തിരി എലാബറേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആൾക്കാരുടെ കൂടെ കണക്ട് ചെയ്യുന്നു, ഇപ്പോൾ ഡിഫറെൻറ്റ് മ്യൂസീഷ്യൻസിൻ്റെ കൂടെ കണക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നമുക്ക് ഭജൻ കണക്റ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പം ആ ഭജൻ കണക്ട് ഞങ്ങളുടെ ഒരു ബേബിയാണ്. ഞങ്ങളപ്പോൾ അത് ഞങ്ങൾ സ്പെഷ്യലായിട്ട് കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുണ്ട്. അപ്പം കൊല്ലത്ത് ഞങ്ങൾ ചെന്നപ്പോഴാണ് ശരത് സാറിനെ കൊണ്ടുവന്നത്. അപ്പോൾ ശരത് സാർ ഈസ് ഫ്രം കൊല്ലത്ത് നിന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പം പെട്ടെന്ന് തന്നെ ആൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഞങ്ങളെ പാട്ടുകൾ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വന്നു. ഇപ്പം രാജേഷ് ചേർത്തല ആലപ്പുഴയിൽ വന്നു. അദ്ദേഹം ചേർത്തലയാണ് സ്വദേശം, ആലപ്പുഴക്കാരനാണ്. അപ്പം രാജേഷ് ചേർത്തല വന്നു. അനുമൻ അരവിന്ദിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കോഴിക്കോട് കൈതപ്പുറം തിരുമേനി വന്നു. നമ്മുടെ ബേബി ഹാപ്പി ആയിക്കൊണ്ടിരിക്കണം. ഞങ്ങളുടെ ബേബി കണക്ട് കുറച്ചും കൂടെ ഭയങ്കര സെലിബ്രേഷൻ ആയിക്കൊണ്ടിരിക്കുക. അതെ. ശരത് സാറോ? ശരത് സാറാണ്. ശരത് സാറ് ഞങ്ങളിപ്പോൾ വരുന്ന വഴി ഞങ്ങളിപ്പം ജസ്റ്റ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാട്ടിൻ്റെ കാര്യത്തെക്കുറിച്ച്. അപ്പം ഞങ്ങൾ ഉടനെ ഉണ്ടാവട്ടെ എന്നാണ്. ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അപ്പം നമ്മൾ എപ്പോഴും ടൈം അറിയില്ല. അപ്പം ഞങ്ങളുടെ എന്ത് കൈൻഡ് ഓഫ് സ്റ്റൈൽ ഓഫ് മ്യൂസിക്കാണ് വേണ്ടെന്നുള്ളൊരു കാര്യമൊക്കെ ഞങ്ങളുടെ ഒരു ആഗ്രഹം സാറിനെ അറിയിച്ചിട്ടുണ്ട്. സാറ് ഉറപ്പായി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പോപ്പുലാരിറ്റി ഇടയ്ക്ക് മിസ്യൂസ് ചെയ്യപ്പെട്ട പോലെ ചിലർക്കെങ്കിലും തോന്നിയൊരു എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം MLA ആ കേസിൽ പെട്ട് കിടക്കുമ്പോൾ വളരെ വളരെ മോശം അവസ്ഥയിൽ നിൽക്കുമ്പോൾ പുള്ളി നിങ്ങളുടെ ഒരു പോപ്പുലാരിറ്റി ഉപയോഗിച്ച് ഒരു റീ എൻട്രിക്ക് വേണ്ടി ഒരു ശ്രമം നടത്തിയ പോലെ ഒരു തോന്നലുണ്ടായിരുന്നു. പുള്ളിക്ക് എന്തായിരുന്നു അതിൽ? റോളോ? ഒന്നുമില്ല. അദ്ദേഹം പാലക്കാടാണല്ലോ. അദ്ദേഹത്തിന് പാലക്കാടുള്ള. അപ്പോൾ അദ്ദേഹം പാലക്കാട് പ്രോഗ്രാം ഉള്ളപ്പോൾ നമുക്ക് കഴിഞ്ഞ എല്ലാ പ്രോഗ്രാമിനും അവിടെയുള്ള MLA MP ആരെങ്കിലുമൊക്കെ വരാറുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, പാലക്കാടുണ്ടായിരുന്നു. അപ്പം ആ പ്രോഗ്രാമിന് നമ്മളുടെ പ്രോഗ്രാമിന് അന്ന് അദ്ദേഹം നേരെ പ്രോഗ്രാമിന് കയറി നമ്മളെ പ്രോഗ്രാം അതേ ഇഷ്ടം അല്ലല്ല, അന്ന് ഇൻവൈറ്റ് ചെയ്ത് വന്നതല്ല. പക്ഷേ അദ്ദേഹം വന്നു. ആ സമയത്ത് നമ്മൾ പ്രോഗ്രാമിന് വന്നു, കണ്ടു, അറ്റൻഡ് ചെയ്തു, അദ്ദേഹം പോയി. അപ്പോൾ ആ ഒരു സമയത്താണ് അതെല്ലാം
ഒരേ ടൈമിലായിരുന്നു അദ്ദേഹം ഒരു അത് അദ്ദേഹം പ്രശ്നത്തിൽ ഒരു പോപ്പുലാരിറ്റി യൂസ് ചെയ്യാൻ ശ്രമിച്ചതുപോലെ ഒരു തോന്നൽ ഉണ്ടാക്കിയിരുന്നു. ഓക്കെ. ഞങ്ങൾക്ക് തോന്നിയില്ല അകത്ത് അല്ലെ പുള്ളി അല്ല നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പറയുകയും ചെയ്തു, സ്റ്റേജ് വെച്ചു. ഞങ്ങള് അതിൻ്റെ മെയിൻ റീസൺ അദ്ദേഹം പുള്ളി വരാനുള്ള റീസൺ ഞങ്ങൾ പറഞ്ഞത് ആ ഒരു ടൈമിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഹി വാസ് ഗോയിങ് ത്രൂ എ ഡിപ്രഷൻ, ഒരു മെൻ്റൽ പ്രശ്നത്തിലായിരുന്നു. ആ സമയത്ത് നമ്മളുടെ പാട്ടുകൾ ഇറ്റ് വാസ് ഗിവിങ് റിലീഫ് ഫോർ ഹിം. അപ്പോൾ അതുകൊണ്ട് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് നമ്മളുടെ ഭജൻ കണക്ട് പാലക്കാട് ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവിടെ വന്നത്. ലൈവ് ആദ്യമായിട്ടാണ് വരുന്നത്. അതെ. അങ്ങനെ ഒരു ഇന്റർപ്രിറ്റേഷൻ ഉണ്ടായിരുന്നു. പുള്ളി നിങ്ങളുടെ ഒരു പോപ്പുലാരിറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു എന്നൊരു സംസാരം ഉണ്ടായി. ഈ കോൺഗ്രസിൽ ആളുകൾ ഡിപ്രഷൻ ഒരു വാക്ക് ഉപയോഗിച്ചു എന്ന് പറയുകയാണ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് പറയുന്നുണ്ടാവും, ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് നിങ്ങളുടെ പറ്റിച്ചത്. പേഴ്സണലി എനിക്കറിയാം ഗർഭിണികളായ സ്ത്രീകൾക്ക് നിങ്ങളുടെ പാട്ടുകൾ കേൾക്കുന്ന വളരെയധികം സാറ്റിസ്ഫൈങ് ആയിട്ടൊരു സംഭവം, ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിൽ യുണീക്കായ ഇൻസിഡൻസ് നേരിട്ട് വന്ന ആൾക്കാർ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട്? അങ്ങനെയുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ടോ റീസെൻ്റ് ആയിട്ട്? കുട്ടിയെ കാണാൻ പോയത് നിങ്ങൾ ഒരു വീഡിയോ നിങ്ങളുടെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങൾ ഓർത്തതേ ഇല്ല. അപ്പോൾ ഒരു കുട്ടിയുടെ ഞങ്ങളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഞങ്ങൾ മിക്കവരും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ ഫേസാണ് നമ്മളെപ്പോഴും കാണുന്നത്. അപ്പോൾ ലക്ഷ്മി എന്നാണ് പേര്. അപ്പോൾ ഇങ്ങനെ പിന്നെ അത് ഇൻട്രൊഡ്യൂസ് പറയും, എനിക്ക് ഇങ്ങനെ സെറിബ്രൽ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയാണ്, അങ്ങനെ ബെഡിട്ടനാണ്, ബട്ട് വെരി ആക്റ്റീവാണ്. ഭയങ്കര ശരിക്കും ഞങ്ങൾ ആ കുട്ടീനെ കണ്ടപ്പോൾ ഞങ്ങൾ ഇൻസ്പയർഡായി. കാര്യം ഭയങ്കര പോസിറ്റീവ് എനർജിയുടെ ഒരു ഭയങ്കര ലെവലാണ് കുട്ടി. ഞങ്ങൾ ചാവക്കാട് പ്രോഗ്രാം ഉണ്ടായി. അപ്പോൾ രാവിലെ കുറച്ചൊരു സ്പേസ് കിട്ടി. അപ്പോൾ ഇവർ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയി. ഞങ്ങൾ കുറച്ച് പേര് ഒരു 7 പേര് ഫ്രീ ആയിരുന്നപ്പോൾ നമ്മളെ കുട്ടീനെ കാണാൻ വേണ്ടി. അവർക്ക് കിട്ടിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു എൻജോയ്. ഞങ്ങൾക്കൊരു സന്തോഷമായി. ഞങ്ങളവിടെ പോയിരുന്നു, പാട്ട് പാടി. അമ്മയും മോളും മാത്രമേ ഉള്ളൂ. ആ കുട്ടി എപ്പോഴും പോസിറ്റീവായി മോള് പറയുന്നത് വെച്ചാൽ നമ്മൾ പാട്ടുകൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങളെല്ലാവരും കുട്ടിയുടെ ചേട്ടന്മാരാണെന്നുള്ള രീതിയിൽ ആണ് അതിന് ഫീൽ ചെയ്യുന്നത്. എല്ലാവരും അത് എല്ലാവരും ആ ഒരു കണക്ഷൻ ഉണ്ട്. എല്ലാവരും സ്വന്തം ചേട്ടന്മാരെന്നുള്ളൊരു ആ ഒരു ഫീൽ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒത്തിരി ഞാൻ പറയുന്നത് ഇപ്പോൾ ഡെയിലി എനിക്കൊരു 10 പേരെങ്കിലും അങ്ങനെ എനിക്ക് കാണാം. കാര്യം അത്രയും മെസ്സേജ് വരുന്നുണ്ട്. എല്ലാം എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് എനിക്ക് കാണാവുന്ന മെസ്സേജ് അറ്റ്ലീസ്റ്റ് ഒരു 10 എങ്കിലും ഡെയിലി ഇങ്ങനെ എന്തെങ്കിലും ഒരു ടഫ് ടൈമിൽ ആൾക്കാർ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഒരു സമാധാനമായിട്ട് നമ്മളുടെ പാട്ടുകൾ മാറുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് നേരിട്ടും ഒക്കെ വന്നിട്ട് ഞങ്ങളിത് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്.